ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ ഇന്ന് ഈ വീഡിയോയിലൂടെ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ചുറ്റും ട്രേഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും എണ്ണം കൂടി വരുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. മാർക്കറ്റ് അവയർനെസ് എല്ലാവരിലേക്കും എത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പക്ഷേ ഇവിടെ തുടക്കക്കാരിൽ കേട്ട് വരുന്ന ഒരു കമ്പാരിസൺ ആണ് ട്രേഡിംഗ് വേഴ്സസ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നത്. ട്രേഡ് ചെയ്യുന്നവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല, ഇനി ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ട്രേഡിംഗ് വേണമെന്നില്ല എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം. എന്താണ് ശരി? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ട്രേഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രേഡിംഗ് അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് കച്ചവടം എന്ന് പറയാം. സമയം കഴിയും തോറും പ്രൈസിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് നോക്കി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കുകയാണ് ട്രേഡിംഗിൽ ചെയ്യുന്നത്. നമുക്ക് ചുറ്റിലും നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന രീതിയിൽ ചെയ്യുന്നത്. ഇന്ന് 100 രൂപ വില വരുന്ന ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നു, നാളെ അതിന്റെ വില കൂടി 110 രൂപയായാൽ അത് വിൽക്കുന്നു. അവിടെ നിന്ന് കിട്ടുന്ന 10 രൂപ നമ്മുടെ ലാഭമാണ്. ഇത്തരത്തിൽ സ്റ്റോക്സിൽ മാത്രമല്ല, ഡെറിവേറ്റീവ്സിലും കമ്മോഡിറ്റീസിലും അങ്ങനെ ഒരുപാട് സാധനങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ അത് വളരെ ആക്റ്റീവായിട്ടും അതുപോലെ തന്നെ പാസീവായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതനുസരിച്ച് വേണമെങ്കിൽ അതിനെ ഇൻട്രാഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷണൽ ട്രേഡിംഗ് എന്നൊക്കെ പറയാനും പറ്റും. ഇൻ റിയാലിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, ഒരു പ്രൊഫഷൻ പോലെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണോ ഒരു ബിസിനസ്മാൻ ബിസിനസ് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഇവിടെ ട്രേഡിംഗും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഞാനിവിടെ ബിസിനസ് എന്ന് പറഞ്ഞ മറ്റൊന്നുമല്ല, വലിയ പ്രോഫിറ്റ് കിട്ടാനും അതുപോലെ തന്നെ വലിയ നഷ്ടം വരാനും സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് ഈ ട്രേഡിംഗ്. എപ്പോഴാണോ ട്രേഡിങ്ങിൽ വരുന്ന നഷ്ടത്തെ നമ്മൾ മാനേജ് ചെയ്യുന്നത് എങ്കിൽ മാത്രമായിരിക്കും ട്രേഡിങ്ങിൽ നിന്ന് ഒരു റെഗുലർ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുക. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷൻ അതാണ് ട്രേഡിംഗ്. ഒരു ആക്റ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്ത് ഒരു ഫുൾ ടൈം പ്രൊഫഷൻ എന്ന രീതിയിലോ ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്രൊഫഷന്റെ കൂടെ ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എന്ന രീതിയിലോ ട്രേഡിങ്ങിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുമാണ്. പക്ഷേ ഇതൊരിക്കലും എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മറ്റേതൊരു പ്രൊഫഷനും ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ട്രേഡിങ്ങും. അതുകൊണ്ട് തന്നെയാണ് ട്രേഡിംഗ് ഒരു ബിസിനസ് പോലെ കാണണം എന്ന് ഞാൻ പറയാനും കാരണം. കണക്ക് നോക്കുകയാണെങ്കിൽ 90% ട്രേഡേഴ്സും ലോസ് വരുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൊഫഷണലി ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. നിങ്ങൾക്കൊരു ഡോക്ടറായി അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5-6 വർഷം നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് എടുക്കേണ്ടി വരും. ഇത്രയ്ക്കും സമയം വേണ്ടെങ്കിലും കുറച്ചധികം സമയം എടുത്തുകൊണ്ട് മാത്രം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ട്രേഡിംഗ്. ഇമ്മീഡിയറ്റ്ലി അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ വലിയ നഷ്ടത്തിലോട്ടായിരിക്കാം പലർക്കും ചെന്നെത്താൻ പറ്റുന്നുണ്ടാവുക. എന്നാൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റോട് കൂടി അതിനെ അപ്രോച്ച് ചെയ്താൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാനും ഇതിൽ നിന്ന് കഴിയുന്നതുമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ വെറുതെ ഇടാതെ അതിന്റെ വാല്യൂ നഷ്ടപ്പെടുത്താതെ ഫ്യൂച്ചറിൽ അതിന്റെ വാല്യൂ കൂടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള 1000 രൂപ വെറുതെ കയ്യിൽ വെച്ചാൽ 5 വർഷം കഴിയുമ്പോൾ അത് അങ്ങനെ 1000 ആയിട്ട് ഇരിക്കണം എന്നില്ല, അതിന്റെ വാല്യൂ കുറയേ ഉള്ളൂ. നേരെ മറിച്ച് ഇതേ 1000 രൂപേനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ 5-10 വർഷം കഴിയുമ്പോൾ അത് 2000 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി മാറും. നിങ്ങൾ ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ ഉണ്ടാക്കിയെടുക്കുന്ന പൈസയുടെ വാല്യൂ നഷ്ടപ്പെടുത്താതിരിക്കാൻ, അത് ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തേ മതിയാവും. ഇങ്ങനെയുള്ള നമ്മളുടെ പൈസ ഒരൊറ്റ ദിവസത്തേക്ക് മുതൽ വർഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്. അതിനുവേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മ്യൂച്വൽ ഫണ്ട്സിലോട്ടോ സ്റ്റോക്സിലോട്ടോ റിയൽ എസ്റ്റേറ്റിലോട്ടോ ഇനി ഗോൾഡിലേക്കോ ഏതിലേക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്. എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ, നിങ്ങളുടെ മക്കളുടെ സ്റ്റഡീസിന് വേണ്ടി, അവരുടെ കല്യാണത്തിന് വേണ്ടി, നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടി, ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നും ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ലോട്ടറി അടിച്ച് കോടികൾ കിട്ടിയിട്ടും ഇപ്പോ കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ നടക്കുന്നവരെ? നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ്സ് കൂടിയേ തീരൂ. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ട്രേഡിംഗ് മാത്രം മതിയോ? ആക്ച്വലി നോ. ഏറ്റവും വലിയ പ്രശ്നമാണ് സിംഗിൾ ഇൻകം സോഴ്സ് റിസ്ക്. ട്രേഡിംഗ് എന്നല്ല, ഒരൊറ്റ ഇൻകത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ട് ഫിനാൻഷ്യലി സ്ട്രോങ് ആവാൻ കഴിയില്ല. നിങ്ങളുടെ ലൈഫ് അൺസേർട്ടൈൻ ആകുകയും വെൽത്ത് ബിൽഡിംഗ് സ്ലോ ആകുകയും ചെയ്യും. ഒരൊറ്റ ഇൻകം വെച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതിനും അപ്പുറത്തേക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഇൻകം സോഴ്സ് നമ്മൾ ബിൽഡ് ചെയ്യണം.
നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആയിട്ട് എല്ലാ മാസവും 50,000 രൂപ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു എമൗണ്ട് ആണ് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു മാസം മാർക്കറ്റ് ക്രാഷ് ആയി, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് റീസൺ കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി അതല്ല, റെഗുലേറ്ററി റീസൺ കൊണ്ട് എന്തെങ്കിലും മാറ്റം വന്ന് നിങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റാതാവും. ഈ ഒരു സിറ്റുവേഷനിൽ ട്രേഡിംഗിലെ ഇൻകത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കും അവസ്ഥ? ട്രേഡിംഗ് എന്ന് മാത്രമല്ല കേട്ടോ, ഒരു ജോലി മാത്രം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇതേ പ്രശ്നം നിങ്ങൾക്ക് അവിടെയും വരും. റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ട്രേഡിംഗിനെ ഒരു ഇൻകം സോഴ്സ് ആക്കാം, പക്ഷേ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഇനി ഓപ്പോസിറ്റ് സൈഡ്, ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രം മതിയോ? അഗെയിൻ നോ. കാരണം കയ്യിലുള്ള പൈസയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യിക്കാനും വെൽത്ത് ബിൽഡ് ചെയ്യാനും കഴിയുള്ളൂ. 20 വർഷം കഴിയുമ്പോൾ റിട്ടയർ ആവാനായിട്ട് 5 കോടി രൂപ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ ഓരോ മാസവും 20,000-വും 30,000-വും നമ്മൾ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. കൂടുതൽ പൈസ കിട്ടിയാൽ മാത്രമേ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ ഗോൾസ് ഓരോന്നും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇൻകം ഇല്ലാതായാൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമാവും. അതായത് ഇൻകം ജനറേറ്റ് ചെയ്താൽ അങ്ങനെ ജനറേറ്റ് ചെയ്ത പൈസയെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിനെ ഗ്രോ ചെയ്യിക്കാനാണ് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒന്നും തന്നെ അച്ചീവ് ചെയ്യാനും കഴിയില്ല. ശരിക്കും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള റിയൽ സ്ട്രാറ്റജി അത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് പ്ലസ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതാണ് നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക. ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യുകയും അതിനെ നമ്മളുടെ പല പല ഗോൾസിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. ഇതിനെ ഞാൻ 3 ആക്കി ഡിവൈഡ് ചെയ്യാം. നമ്പർ 1, പ്രൈമറി ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്യണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസയാണിത്. ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ ട്രേഡിംഗിൽ നിന്നോ ഏതിൽ നിന്നും ആവാം ഈ പ്രൈമറി ഇൻകം. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാനും കഴിയുന്നതാണ്. നിങ്ങളുടെ സ്കില്ല്, നോളജ്, ടൈം, എഫേർട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇതിന് തന്നെയായിരിക്കും. സെക്കൻഡ് 1 അത് സെക്കൻഡറി ഇൻകം സോഴ്സ് ആണ്. അതായത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. നിങ്ങളുടെ കറന്റ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഇത്തരത്തിൽ അനദർ സോഴ്സസിന് ബിൽഡ് ചെയ്യാൻ കഴിയുന്നതാണ്. പ്രൈമറി ആക്ടിവിറ്റിയുടെ അത്രയ്ക്ക് എഫേർട്ട് ഇവിടെ നമുക്ക് എടുക്കേണ്ടി വരില്ല. ഫ്രീലാൻസിങ്, പാർട്ട് ടൈം കൺസൾട്ടിങ്, കോണ്ടന്റ് ക്രിയേഷൻ, ഇങ്ങനെ ഏതുമാവാം. ഇനി അതല്ലെങ്കിൽ പാസീവായിട്ട് ട്രേഡിങ്ങും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് ആക്റ്റീവായിട്ടും പാസീവായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു സെക്കൻഡറി ഇൻകം ആയിരിക്കും നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഗോൾസ് ഓരോന്നും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനും ഇൻകം സെക്യൂർ ആക്കാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും. തേർഡ് 1, പ്രൈമറി ഇൻകത്തിൽ നിന്നും സെക്കൻഡറി ഇൻകം സോഴ്സുകളിൽ നിന്നും ജനറേറ്റ് ചെയ്ത ഇൻകത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഈ ഇൻകത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ അലൊക്കേറ്റ് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ആവുകയും ഫ്യൂച്ചർ സെക്യൂർ ആവുകയും ചെയ്യും. എമർജൻസി ഫണ്ട്, ഷോർട്ട് ടേം ഗോൾസ്, ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ, ഇങ്ങനെ നിങ്ങളുടെ ഗോൾസ് ഏതുമായിക്കോട്ടെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സിനെ പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. കൂടുതൽ പൈസ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ പൈസ സേവ് ചെയ്യാനും അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയുന്നത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും കഴിയും. ഒരൊറ്റ ഇൻകത്തിനെ മാത്രമാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റേബിൾ ആവാനായിട്ട് കഴിയില്ല. വെൽത്തി ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് ഒരു കാര്യം ഉണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സും ഇൻവെസ്റ്റ്മെന്റ്സും തന്നെയാണ്. ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഫഷനുകൾ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെയും കൺസിഡർ ചെയ്യാം. പക്ഷേ ട്രേഡിംഗ് മാത്രമാവരുത്, അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണം എന്നില്ല. നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്ത് മൾട്ടിപ്പിൾ സോഴ്സസ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പൈസ പ്രോപ്പർ ബഡ്ജറ്റിംഗ് ചെയ്ത് സ്ട്രാറ്റജിക്കലി അതിനെ ഇൻവെസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ പൈസയെ പേടിക്കാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ. എങ്ങനെയാണ് പൈസ സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ഗോൾസിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ട്രേഡിംഗ് വേഴ്സസ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിലും കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.